ജെൻസി മോഡിലേക്ക് മാറാൻ ഒരുങ്ങുകയാണ് CPM. ഏതായാലും പോയ നാളുകളിലെ വഴിയിലൂടെ സഞ്ചരിച്ചിട്ട് കാര്യമില്ല എന്ന് CPMന് വ്യക്തമാവുകയാണ്. ഏതായാലും എന്തിനും ഏതിനും പിരിവൊഴിവാക്കി പുതിയ ജെൻസി മോഡ്. സമരങ്ങൾക്ക് ഗുണഭോക്താക്കളെ പങ്കാളികളാക്കണമെന്നാണ് പാർട്ടിയുടെ തന്നെ നിർദ്ദേശം. ഏതായാലും ഡൽഹിയിൽ ആളിക്കത്തിയ പാറ്റ സമരവും സമകാലിക സാഹചര്യത്തിലെ പാർട്ടിയുടെ അവസ്ഥയുമൊക്കെ തിരിച്ചറിഞ്ഞ് അടിമുടി പ്രവർത്തന രീതി പരിഷ്കരിക്കാൻ ഇറങ്ങിയിരിക്കുകയാണ് CPM. സെപ്റ്റംബറിൽ കോഴിക്കോട് നടക്കാൻ പോകുന്ന വിശാല സംസ്ഥാന കമ്മിറ്റി യോഗത്തിൽ ഇതിനായുള്ള കർമ്മ പരിപാടികൾ അടിമുടി തയ്യാറാക്കി രംഗത്തിറങ്ങാം എന്ന് തന്നെയാണ് CPMന്റെ കണക്കുകൂട്ടൽ. സമര പ്രചാരണ രീതികൾ മുഴുവൻ അടിമുടി മാറ്റണം. പുതിയ തലമുറയെ പൂർണ്ണമായും പാർട്ടിയിലേക്കും പ്രവർത്തനത്തിലേക്കും ആകർഷിക്കാനുള്ള പുതിയ സമീപനവും നയങ്ങളും ഒക്കെ വേണം. പതിവ് രീതിയിൽ നിന്ന് മാറി പരമ്പരാഗത പ്രവർത്തന രീതിയിൽ നിന്ന് മാറി സമൂല അഴിച്ചുപണി ഉണ്ടാകണമെന്നാണ് പാർട്ടിയുടെ വിലയിരുത്തൽ. പാർട്ടിയിലെയും വർഗ ബഹുജന സംഘടനകളിലെയും അംഗങ്ങൾ മാത്രമാണ് നിലവിലിപ്പോൾ എല്ലാ സമരങ്ങളിലും പങ്കാളിയായി മുന്നിലുള്ളത്. അവർ ഉന്നയിക്കുന്ന വിഷയങ്ങളുടെ ഗുണഭോക്താക്കൾ പക്ഷേ ഇതിലൊന്നും പങ്കാളികളാകുന്നില്ല, പങ്കെടുക്കുന്നില്ല. സമരം കൂടുതൽ ജനകീയമാകണമെങ്കിൽ, കളറാകണമെങ്കിൽ പാർട്ടിയുടെ രീതിയും പ്രവർത്തനവും മാറണമെന്നാണ് പുതിയ നിർദ്ദേശം. കൂടുതൽ ഫണ്ട് പിരിവ് നടത്തുന്ന പാർട്ടിയും സംഘടനകളും എന്ന പേരുദോഷം ഇതിനോടകം തന്നെ CPMനും പോഷക സംഘടനകൾക്കും കിട്ടിക്കഴിഞ്ഞു. ഇത് മാറ്റിയെടുക്കുന്നതിനാണ് പുതിയ ചർച്ചകൾ. ഇതിൻ്റെ തുടക്കം വിശാല സംസ്ഥാന കമ്മിറ്റിയുടെ നടത്തിപ്പ് മുതൽ അങ്ങ് തുടങ്ങും. ഇത് പാർട്ടി സമ്മേളനത്തിൻ്റെ രീതിയിൽ തന്നെ നടത്താനാണ് പുതിയ തീരുമാനമെന്നാണ് സൂചനകൾ. ഭക്ഷണം, താമസം എന്നിവയിലെല്ലാം ആർഭാടങ്ങളില്ലാതെ പതിവ് കമ്മ്യൂണിസ്റ്റ് രീതി. പൊതുജനങ്ങളിൽ നിന്നുള്ള പിരിവ് ഇനി വേണ്ട. ഓരോ പാർട്ടി അംഗവും കുറഞ്ഞത് 100 രൂപയാണ് ഇതിൻ്റെ ചെലവിലേക്ക് അതുകൊണ്ട് നൽകേണ്ടത്. കൂടുതൽ വിഹിതം നൽകാനാവുന്നവർ നൽകണമെന്നുള്ള നിർദ്ദേശവുമുണ്ട്. അതായത് ബക്കറ്റും കൊണ്ട് ഇനി പിരിവ് ഇറങ്ങില്ല എന്ന്. സംഘടന, ഭരണപരം, രാഷ്ട്രീയം, പ്രത്യയശാസ്ത്രം എന്നീ 4 മേഖലകളിലൂന്നിയാണ് തിരുത്തൽ കർമ്മ പരിപാടി. തെരഞ്ഞെടുപ്പ് തോൽവി സംബന്ധിച്ച് സംസ്ഥാന കമ്മിറ്റിയുടെയും കേന്ദ്ര കമ്മിറ്റിയുടെയും അവലോകന റിപ്പോർട്ട് അടിസ്ഥാനമാക്കിയായിരിക്കും തുടർ ചർച്ചകൾ. ഏതായാലും ഇതിൽ നിന്ന് മാറ്റങ്ങൾക്കുള്ള നിർദ്ദേശങ്ങൾ ക്രോഡീകരിച്ച് പുതിയ പരിപാടി തയ്യാറാക്കും. PB അംഗങ്ങളടക്കം വരും ദിവസങ്ങളിൽ ഇതിലൊക്കെ നിരീക്ഷകരായി പങ്കെടുക്കും. പോഷക സംഘടനകളുടെ പ്രവർത്തനത്തിനും കൃത്യമായ ചാർട്ടുണ്ടാകും. ഭരണം ലഭിച്ചപ്പോൾ ഭരണപരമായ കാര്യങ്ങളാണ് മുഖ്യമെന്ന രീതിയിലേക്ക് പാർട്ടിയും സംഘടനകളും ഒക്കെ മാറിയെന്നുള്ളതാണ് പ്രധാന സ്വയം വിമർശനം. അതുകൊണ്ട് പാർട്ടിയുടെ അടിത്തറ ഇനി കെട്ടിപ്പൊക്കണമെങ്കിൽ 1 എന്ന് പറഞ്ഞ് തുടങ്ങേണ്ടി വരുമെന്ന് CPMന് വ്യക്തമായിരിക്കുകയാണ്. ഏതായാലും വരും ദിവസങ്ങളിൽ ഈ ഒരു നിലപാടിനോട് ചേർന്ന് CPMന്റെ തലമുതിർന്ന നേതാക്കന്മാർ പോകുമോ, അതോ വീണ്ടും വിമർശനങ്ങളും പാർട്ടിക്കുള്ളിലെ അഭിപ്രായ ഭിന്നതകളും മറന്നേക്കി പുറത്തു വരുമോ? വരും ദിവസങ്ങളിൽ എന്തായിരിക്കും CPMനെ കാത്തിരിക്കുന്നത്? കാത്തിരുന്നു കാണാം.